വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുഞ്ഞീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കുഞ്ഞി. ഇന്ന് ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് എത്തിയിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ബോട്ടിലാട്ടാണ്. അപ്പം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ബോട്ടിലാട്ട് ചെയ്യാനായിട്ട് ഏത് ബോട്ടിലാണ് നമ്മൾ തിരഞ്ഞെടുക്കുന്ന ആ ഒരു ബോട്ടിൽ വേണം. പിന്നീട് ഒരു കത്രിക വേണം, ഒരു പെൻസിൽ, ഒരു മാഗസിൻ, കാർഡ്ബോർഡ് ഷീറ്റ്, ഫെവിക്കോൾ, ഏതെങ്കിലും ഗം എടുത്താൽ മതി കേട്ടോ. പിന്നെ സ്കെയിൽ, പിന്നെ കുറച്ച് ത്രെഡും വേണം. അപ്പം നമുക്ക് ഈ മാഗസിൻ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ന്യൂസ് പേപ്പർ വേണമെങ്കിലും എടുക്കാം. പക്ഷെ മാഗസിൻ ആകുമ്പോൾ ഒന്നുകൂടെ കളർഫുള്ളായിരിക്കും. നമുക്ക് അതുപോലെ അതിൽ പെയിൻറ്റ് അടിക്കേണ്ട കാര്യമില്ല. ഇപ്പം നിങ്ങളുടെ അടുത്ത് ന്യൂസ് പേപ്പർ ഉള്ളെങ്കിൽ അതെടുക്കുക, ശേഷം ഒന്ന് പെയിൻറ്റ് അടിക്കണമെന്ന് മാത്രം. ഇനിയിപ്പോൾ നമുക്ക് ഈ മാഗസിനിൽ നിന്ന് ഒരു ഷീറ്റ് കട്ട് ചെയ്തെടുക്കാം. അപ്പം ഞാൻ എന്താ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മൾ മാഗസിൻ ഷീറ്റ് എടുക്കുന്നെങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഏറ്റവും നല്ല കളർഫുൾ ആയിട്ടുള്ള പ്ലേസ് ഏതാണോ അവിടെ നമ്മൾ ഇതേപോലെ തിരിച്ച് വെച്ച ശേഷം റോൾ ചെയ്തെടുക്കണം. നമ്മൾ പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ റോൾ ചെയ്യാറില്ലേ, അതുപോലെ റോൾ ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. അവസാന ഭാഗത്ത് ഞാൻ കുറച്ച് പശ തേച്ച് ഒട്ടിച്ചിട്ടുണ്ട്. അത് നല്ല ഉറപ്പിലിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ചധികം റോൾ വേണം. ഞാൻ ഇതുപോലെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ചെയ്തെടുക്കുക. അടുത്തായിട്ട് നമ്മുടെ കാർഡ്ബോർഡ് ഷീറ്റ് ഇല്ലായിരുന്നു, അതെടുക്കുക. ശേഷം നമ്മുടെ ബോട്ടിൽ അതിൻ്റെ മേളിൽ വെച്ചിട്ട് ആ ബോട്ടിലിൻ്റെ ബേസ് ഇല്ലേ അതിൻ്റെ അളവിൽ വരച്ചെടുക്കുക. പെൻസിൽ ഉപയോഗിച്ച് ബോട്ടിലിൻ്റെ ബേസിൻ്റെ അളവിൽ വട്ടത്തിൽ വരച്ചെടുക്കുക. അതിനുശേഷം അത് നമുക്ക് വെട്ടിയെടുക്കാം. അപ്പം നമ്മളിത് ഒരു വട്ടം വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നൂലെടുക്കണം. കുറച്ച് മതി കേട്ടോ നൂല്. എന്നിട്ട് നമ്മൾ ഈ സർക്കിളിൻ്റെ ചുറ്റും അതിനെ വെച്ച് കൊടുക്കാം. അളവിൽ വെച്ച് കൊടുത്ത ശേഷം ചുറ്റും അളവെടുത്തിപ്പം അതിനെ വെട്ടിയെടുക്കണം. ആ നൂല് ഇത്രേ ഉള്ളൂ, ഇതേപോലെ. അപ്പം നമുക്ക് ഈ നൂലിൻ്റെ അളവെടുക്കാം. ഇത് ഏകദേശം 19 സെൻറ്റിമീറ്റർ ആണ് ഉള്ളത്. അപ്പം നമ്മൾ ഈ സർക്കിളിൻ്റെ അപ്പം ചുറ്റളവെന്ന് പറഞ്ഞാൽ 19 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ ഞങ്ങൾ ഏകദേശം 11 എണ്ണമാണ് ഇതിന് ചുറ്റും വെക്കാൻ ഡിവൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 19 ഡിവൈഡഡ് ബൈ 11 നമ്മൾ ചെയ്യണം. നിങ്ങളിപ്പം ഇച്ചിരിയുടെ വലിപ്പം കൂടുതലുള്ള കുപ്പിയാണെങ്കിൽ 11 പകരം 13, 15, 17 അങ്ങനെ ഓഡ് നമ്പേഴ്സേ നമ്മൾ ചൂസ് ചെയ്യാവുള്ളൂ. അപ്പം ഞാൻ ഇതിനെ 11 ഡിവൈഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെയാണ് ഡിവൈഡ് ചെയ്യാൻ നിങ്ങൾക്ക് കാണാമല്ലോ അല്ലേ. അപ്പം ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റും നമ്മൾ റോൾ ചെയ്തെടുത്ത പേപ്പേഴ്സ് ഇല്ലേ അത് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമുക്ക് ഓരോ ലൈനിലും പശ തേച്ച് നമ്മൾ ആ റോള് ഒട്ടിച്ചു കൊടുക്കാം. ഇതേപോലെ എല്ലാ റോളും 11 റോൾ എടുത്ത് ഇതിന് ചുറ്റും ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിന് കുറച്ചധികം പശ യൂസ് ചെയ്തോട്ടോ, കാരണം നല്ലപോലെ സ്റ്റിക്കായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. ഈ ഫെവിക്കോൾ ആയതുകൊണ്ട് ഇതിൻ്റെ കളറൊന്നും ഉണങ്ങി കഴിയുമ്പോൾ അങ്ങ് പൊക്കോളും. അതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ എല്ലാ ലൈനിലും ഓരോ ഇത് വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ശേഷം എക്സ്ട്രാ ഒരെണ്ണം കൂടെ ഏതെങ്കിലും ഒന്നിൻ്റെ കൂടെ ഒരുമിച്ച് ഇങ്ങനെ വെച്ച് ഒട്ടിച്ചു കൊടുക്കണം. അതിനുശേഷം മോൾ ഭാഗത്ത് കുറച്ച് ഗം കൂടുതൽ ഒഴിക്കുക. ഓക്കെ, ആ കാർഡ്ബോർഡ് ഒരു പീസ് നമ്മൾ വെട്ടിയെടുത്തില്ലായിരുന്നോ, അതുപോലെ തന്നെ സെയിം അളവിൽ ഒരു പീസ് കൂടെ നമ്മൾ വെട്ടിയെടുക്കണം. എന്നിട്ട് അത് നമുക്ക് ഇതേപോലെ മുകളിൽ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇത് ഏകദേശം ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞതാ ഈ എല്ലാത്തിൻ്റെ അടുത്ത് ഈ സ്കെയിലും കൊണ്ടൊന്ന് ഇതേപോലെ ഓരോ മാർക്ക് ഇട്ട് കൊടുക്കുക. എല്ലാത്തിലും എല്ലാം ഒന്ന് സിമ്പിളായിട്ട് നമുക്കിങ്ങനെ പൊക്കി നമ്മൾ എടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയാണേ. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ കുപ്പി എടുക്കാം. കുപ്പി എടുത്ത ശേഷം കുപ്പിയുടെ ബാക്ക് സൈഡ് ഇല്ലേ, ഈ നമ്മൾ തറയിൽ വെക്കുവാണെങ്കിൽ എവിടെ വെച്ചാൽ ഈ ഒട്ടി നിൽക്കുന്ന ഭാഗം അവിടെ കുറച്ച് പശ തേച്ചെടുക്കാം. ഇങ്ങനെ ആക്കി കൊടുത്ത ശേഷം നമ്മുടെ കാർഡ്ബോർഡ് പീസ് ഇല്ലേ അതിലേക്ക് കറക്റ്റായിട്ട് ഇതേപോലെ വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് നേരം ഒന്ന് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ കുപ്പി നല്ലപോലെ ഒന്ന് ഉണങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഏകദേശം ഉണങ്ങിയിട്ടുള്ളൂ. നിങ്ങൾ നല്ലപോലെ ഉണങ്ങിയ ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. ശേഷം ഈ ചുറ്റും നിൽക്കുന്നത് നമുക്കിൻ്റെ മുകളിലേക്കാക്കി
ഒരുമിച്ച് ഇങ്ങനെ പിടിച്ചെടുക്കുക എല്ലാം. നമ്മളിപ്പോൾ സ്കെയിൽ കൊണ്ട് കുത്തിയത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇതിന് ഇതായി വരും. സ്കെയിൽ കൊണ്ട് കുത്തിയില്ലേ കുറച്ചൊരിതാണ്, സ്കെയിൽ കൊണ്ട് കുത്തുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ചുറ്റും ഇതേപോലെ ഇങ്ങനെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇടയ്ക്ക് ഒരെണ്ണം എക്സ്ട്രാ വെച്ച് കൊടുത്തില്ലായിരുന്നു, ആ എക്സ്ട്രാ വെച്ച് കൊടുത്തതിനെ ഇങ്ങോട്ട് എടുക്കുക. അപ്പം എല്ലാം നുറുന്നുറുന്ന് വരുന്നു, ഇതെല്ലാം ഒന്ന് പിടിക്കുക. അപ്പോൾ നമ്മളിതാ ഇടയ്ക്ക് ഒരെണ്ണത്തെ ഒരു കൂടുതലായിട്ട് കയറ്റി വെച്ചില്ലേ, അതിനെ നമ്മളിതാ ഇതുപോലെ ഒന്ന് ചെരിച്ച് മടക്കുക. മടക്കിയ ശേഷം എന്താ ഒരെണ്ണത്തിൻ്റെ മേളിലൂടെയാണ് മറ്റേതിൻ്റെ അടിയിലൂടെ, അങ്ങനെ നമ്മൾ ഈ പായ്ക്കൊക്കെ മെടയത്തില്ലേ അതുപോലെ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നിർത്തിയിട്ട് അതിനടിയിൽ കൂടെ കയറ്റുന്നതായിരിക്കും ഏറ്റവും എളുപ്പം കേട്ടോ. അതാകുമ്പോൾ നമുക്കിങ്ങനെ നല്ലപോലെ കറക്റ്റായിട്ടൊക്കെ കിട്ടും. കറക്റ്റ് ഷേപ്പിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ശേഷം ഒന്ന് തിരിച്ച് നമ്മൾ ഒരു റൗണ്ട് ചുറ്റിയപ്പോൾ തന്നെ ഇത് തീർന്നു പോയി. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് പശ ഇതേപോലെ ഇതിൻ്റെ അറ്റഭാഗത്ത് തേച്ച് കൊടുക്കാം. എന്നിട്ട് അടുത്ത ഒരു പീസ് ഇതെടുത്ത ശേഷം റോൾ ചെയ്തെടുത്ത ശേഷം ഇവിടെ ഒന്ന് ഇച്ചിരി മടക്കി കൊടുക്കുകയാണെങ്കിൽ വേഗം ഇതിനുള്ളിലേക്ക് ഇങ്ങനെ കയറുന്ന രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. പിരിച്ച് വേണമെങ്കിലും ഉള്ളിലേക്ക് കയറ്റിയ ശേഷം നല്ലപോലെ പശ വെച്ച് ഉറപ്പിച്ചു കൊടുക്കുക. ശേഷം ഇനിയും അതേപോലെ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. ഇതിപ്പോൾ നമ്മൾ പകുതിയോളം ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പകുതിയൊക്കെ ചെയ്യുമ്പോൾ ഇതുപോലെ ആകും. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കണം. എവിടെയെങ്കിലും ഇച്ചിരി പൊങ്ങി നിൽപ്പുണ്ടെങ്കിലൊക്കെ ഒന്ന് താത്തിയൊക്കെ കൊടുത്ത് ഒന്ന് ശരിയാക്കിയെടുക്കണം. ഇനി നമുക്ക് മൊത്തം ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഈ മുകളിൽ നിൽക്കുന്നതില്ലേ, ഇതെല്ലാം ഈ അകത്തോട്ട് കയറ്റി പശ ഒട്ടിച്ച് കൊടുക്കാം. എല്ലാം അകത്തോട്ട് കയറ്റി പശ ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറ്റി എല്ലാം ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു ഫ്ലവറിൻ്റെ ഒക്കെ ഒരു ഷേപ്പിൽ ഒരെണ്ണം ചുറ്റി നമ്മൾ ചുരുട്ടിയ സാധനം ചുറ്റി എടുത്തിട്ടുണ്ട്. അത് നമുക്കിങ്ങനെ മേളിൽ പശ തേച്ച് ഒട്ടിച്ച് കൊടുത്താൽ നല്ല രസമായിരിക്കും. നമുക്കതൊന്ന് ചെയ്യാം. ഇതിൻ്റെ മേളിൽ കുറച്ച് പശ തേക്കാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മൊത്തം ചുറ്റി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ പെയിൻറ് അടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെക്കാം. പക്ഷെ ഞാൻ ജസ്റ്റ് ഒന്ന് പെയിൻറ് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് പെയിൻറ് അടിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ മൊത്തം പെയിൻറ് അടിച്ചെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ വേണമെങ്കിൽ ഒറ്റ കളർ അടിച്ചാൽ മതി. ഞാനിപ്പോൾ കുറച്ച് കളേഴ്സ് മിക്സ് ചെയ്താണ് അടിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ അടിക്കാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫാമിലി ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന് പ്രസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാത്തിൻ്റെയും നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.